തന്റെ കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനായി അമ്മിണി നടത്തിയ പോരാട്ടം ഫലം കാണുകയാണ്. അയൽവാസി കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചു നൽകണമെന്ന അമ്മിണിയുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രദേശത്തെ മിച്ചഭൂമി കണ്ടെത്താൻ റവന്യൂ വകുപ്പ് സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവ് പ്രകാരം അയൽവാസിക്ക് അളന്നു നൽകിയ ഭൂമി ഇയാളുടെ പട്ടയ വസ്തുവാണെന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. 54 സെന്റ് സർക്കാർ ഭൂമി കണ്ടെത്തുകയാണ് സർവേയുടെ പ്രഥമ ലക്ഷ്യം. അമ്മിണി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഭൂമിയിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അതിന് പട്ടയം അനുവദിക്കാൻ കഴിയും. സർവേ കല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ടയ സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് താലൂക്ക് ഓഫീസിൽ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. സർവേയുടെ അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഇതിൽ അനധികൃത കൈയേറ്റം ഉണ്ടോന്നോ അല്ലെങ്കിൽ കയ്യിൽ കൂടുതൽ ഭൂമി അവർ കൈവശം വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ. സർവേ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് അയൽവാസി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസ് ഇതുവരെ കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സർവേയുമായി റവന്യൂ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയായിരുന്നു. സർവേയിലൂടെ ലഭിച്ച അളവുകൾ അയൽവാസിയുടെ പട്ടയവുമായി ഒത്തുനോക്കി അതിരുകൾ തിട്ടപ്പെടുത്തണം. ഇത് ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അയൽവാസി ഭൂമി കയ്യേറിയെന്ന് കണ്ടെത്തിയാൽ ഇയാൾക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.